എന്നാലും നീ എന്റെ മോളെ കൊന്നു കളഞ്ഞില്ലേ അടി പാവി. ആ കുഞ്ഞൊന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നിലമോളെ പോലെ ഉണ്ടാവുമായിരുന്നില്ലേ? അച്ഛ അച്ഛന്നും പറഞ്ഞ് എന്റെ പുറകെ വരുമായിരുന്നു. വിക്രം, ആ നാശം പിടിച്ചോള് എന്റെ കുഞ്ഞിനെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലമ്മേ. എന്റെ മോളെ പറ്റിയുള്ള ചിന്ത ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരിക. എനിക്കെന്റെ മോളുടെ കാര്യം മറക്കാനേ പറ്റുന്നില്ല. എന്റെ മോള് മരിക്കാൻ കാരണക്കാരിയായ വിജിയോട് എനിക്ക് ഈ ജന്മം ക്ഷമിക്കാൻ പറ്റില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. വിക്രം, എനിക്ക് നിന്നെ ഇങ്ങനെ കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ലടാ. കുഞ്ഞ് നഷ്ടപ്പെട്ടു തോർത്ത് നീ കുറെ കാലമായി സങ്കടപ്പെടാൻ തുടങ്ങിയതല്ലേ? ഈ കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് നീ നരകയാതന അനുഭവിക്കുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ. എന്നാ എത്ര കാലങ്ങളിങ്ങനെ പഴയ കാര്യം ആലോചിച്ച് നീ ഇങ്ങനെ സ്വയം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും? എത്ര നാള് നീ ഇങ്ങനെ കരയും വിക്രം? എന്നിങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന നഷ്ടപ്പെട്ട കുഞ്ഞ് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ പറയുന്നത് ശരിയായിരിക്കും അമ്മേ. നഷ്ടപ്പെട്ട കുഞ്ഞ് ഒരിക്കലും തിരിച്ചു വരില്ല. എന്ന ഒരു കുഞ്ഞിന്റെ രൂപത്തില് ദൈവം നിലമോളെ എന്റെ അടുത്തേക്ക് അയച്ച പോലെ തോന്നുന്നുണ്ട്. അമ്മേ, ഞാനിത് വെറുതെ നേരം പോക്കിന് പറയുന്നതല്ല. ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ അടുത്ത കാലത്തായി നിലയെ കാണുമ്പോൾ എനിക്ക് എന്റെ സ്വന്തം കുഞ്ഞിനെ കണ്ടുപോലെ ഒരു ഫീലിംഗ് ആണ് അമ്മേ. എടാ വിക്രം, നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ലടാ. അത് നിലയുടെ രൂപത്തില് നിന്റെ മുമ്പിൽ തന്നെ വരുന്നുവെന്ന് ദൈവം എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നുക. എന്റെ കുഞ്ഞ് എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്ന പോലെ ഉണ്ടമ്മേ. എന്നാ എന്തിനാ അങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ഈ ലോകത്ത് എത്രയോ പെൺകുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ നിലയോട് മാത്രം എനിക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവുന്നത്, അതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അമ്മേ, ഞാൻ അറിയാതെ തന്നെ ഞാൻ നിലയോട് ഒരു സ്നേഹം സൂക്ഷിക്കുന്നത്. അമ്മേ, ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയട്ടെ. നില നമ്മുടെ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് അവള് ഓരോ കാര്യത്തിലും സന്തോഷിക്കുന്നത് കാണുമ്പോ എനിക്കാണമ്മേ സന്തോഷം തോന്നുന്നത്. അവള് സംസാരിക്കുന്നത്, അവളുടെ ഒരു സ്റ്റൈല്, ആരെങ്കിലും സഹായിച്ചാ താങ്ക്സ് പറയാതെ ആ നേച്ചർ, ഇതെല്ലാം കൊണ്ട് എനിക്ക് നിലയോട് വല്ലാതെ അടുപ്പം തോന്നുക. വിക്രം, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നില നമ്മുടെ വീട്ടിലെ കുട്ടിയല്ല, അവള് മറ്റൊരു വീട്ടിൽ ജനിച്ചവളാ. നമ്മുടെ കുടുംബത്തിലൊരു കുട്ടിയോടാണ് ഈ സ്നേഹമെങ്കിൽ ഓക്കെ. എന്നാ വേറൊരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയോട് ഇത്രയും സ്നേഹം കാണിച്ചിട്ട് പിന്നീട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരുപക്ഷെ ആ കുട്ടിക്ക് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോവേണ്ടി വന്നാ, അങ്ങനെ നിങ്ങൾ രണ്ടുപേരും അകന്നു കഴിയുമ്പോ വീണ്ടും നിനക്ക് ആ വേദന വരും. അതുകൊണ്ടാ ഞാൻ പറയുന്നേ. നിലമോളോട് നീ സ്നേഹം കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. എന്തൊക്കെയായാലും അവള് മറ്റൊരു വീട്ടിൽ ജനിച്ച കുട്ടിയാണെന്ന് നീ ഓർത്തിരിക്കുന്നത് നല്ലതാ. സംസാരിച്ചോ, ഇടപഴയിക്കോ, ലാളിച്ചോ. എന്നാലും നില ഒരിക്കലും നിന്റെ കുഞ്ഞായി തീരില്ലല്ലോ. എന്താ വിക്രം ഇങ്ങനെ നോക്കുന്നേ? നിനക്ക് എന്ത് ഫീലിങ്സ് ആണോ തോന്നുന്നത്? എനിക്കും അത് തന്നെയാ തോന്നുന്നത്. നീ സ്നേഹത്തെക്കുറിച്ചാ സംസാരിക്കുന്നത്, എന്നാ ഞാൻ യാഥാർത്ഥ്യത്തെക്കുറിച്ചാ പറയുന്നത്. വിക്രം, പല സന്ദർഭങ്ങളിലും സ്നേഹം തോറ്റുപോയിട്ടുണ്ട്.
എന്നാ യാഥാർത്ഥ്യം ഒരിക്കലും തോൽക്കില്ല. അതിനുള്ളിലെ സത്യം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരും. ഈ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് നിന്റെ മനസ്സ് വേദനിപ്പിച്ച് നിന്റെ സമയം വെറുതെ പാഴാക്കാതെ. ഇനിയെങ്കിലും നിനക്കൊരു പുതിയ ജീവിതം ഉണ്ടാവണം. അതിനുവേണ്ടിയാ ഞാൻ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുറന്നു പറയാ, എത്രയും പെട്ടെന്ന് പ്രീതിയെ കല്യാണം കഴിക്കാനുള്ള വഴി നോക്ക്. പിന്നെ നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടോ?